എന്താ സീസൺ 1 ആയിരുന്നോ സീസൺ 2 ആയിരുന്നോ കൂടുതൽ എക്സൈറ്റിംഗ് ആയതെന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി കാണാത്ത ഫസ്റ്റ് സീസണിൽ എക്സ്പീരിയൻസ് ചെയ്ത അത് ലൈഫായിരുന്നു. അത് ഞാൻ ഒരു പ്രോഗ്രാമായിട്ട് കാണുന്നില്ല, ഇത് ഒരു എന്റർടൈനിങ് റിയാലിറ്റി ഷോ ആണ്. പേളി ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞു കേട്ടു, അതായത് ലാലേട്ടൻ എനിക്ക് നല്ല പണിയായിരുന്നു, ആ വീഡിയോ ഒക്കെ കൂടെ എല്ലാരെയും കൂടെ എടുത്തിട്ട് കാണിക്കണം. അത് എന്തായിരുന്നു വെച്ചാ ആക്ച്വലി പ്രപ്പോസൽ ഡേ ആയിരുന്നു. അത് അതിനു മുമ്പേ ഞാൻ കാതിൽ പോയി പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങള് ശരിക്കും ഇത് എല്ലാവർക്കും കാണിച്ച് എല്ലാരും വിചാരിച്ചില്ലേ ഞങ്ങള് ഗെയിം പ്ലേ എന്നൊക്കെ. അങ്ങനെയല്ല ശ്രീവിഷേ, ഞാൻ പറയാം. അതായത് ആ പ്രോഗ്രാം നടക്കുമ്പോ പേളിയുടെ അച്ഛനും അമ്മയും പറയാ ഇത് വെറും ഗെയിം ആവാനാണ് സാധ്യതയുള്ളൂ. ഞങ്ങൾ അങ്ങനെയല്ലേ വിചാരിക്കുക. അതിന്റെ അകത്ത് ആർക്കും ഒരു ഐഡിയ ഇല്ല ബിഗ് ബോസ് എന്താണ്, മേ ബി സ്ക്രിപ്റ്റഡ് ആയിരിക്കും അങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷെ അവിടെ നടന്നു ഞങ്ങൾ ഇന്നത് പുറത്ത് പറയാനില്ല. എന്താ വെച്ചാൽ പറഞ്ഞ എല്ലാരും കാണും, നമുക്ക് ഇത് മനസ്സിൽ നിന്ന് വെക്കാം, പുറത്ത് വന്നിട്ട് നമുക്ക് കാര്യങ്ങൾ വീട്ടിൽ സംസാരിച്ച് എല്ലാം ഓക്കെ ആക്കാം. ഇതായിരുന്നു ഐഡിയ. ഞങ്ങൾ എങ്ങനെ ഇതൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യിച്ചാൽ ഞങ്ങൾക്ക് ഈ ABCD ഒക്കെ അറിയാം. ഓക്കെ, ഇത് അതെ എനിക്ക് അത് പേളി പഠിപ്പിച്ചു തന്നു. അപ്പൊ ഞങ്ങള് പേളി അപ്പുറത്ത് ബെഡ്റൂമിലായിരിക്കും, ഞാൻ ഇവിടെ നിന്ന് ഐ ലവ് യു. ഓക്കെ, ഇതാണ് ഐ ലവ് യു. പിന്നെ ഇങ്ങനെ ചെയ്ത കിസ്, ഇങ്ങനെ ചെയ്ത ഹക്ക്, പിന്നെ A to Z എല്ലാം ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് ഞങ്ങള് കാണിക്കും, സൗണ്ടിൽ തന്നെ പറഞ്ഞു ഒരു ദിവസം എല്ലാം പഠിപ്പിച്ചു. പിന്നെ ഞാൻ പ്രാക്ടീസ് ചെയ്ത് അത് പഠിച്ചു. അപ്പൊ പക്ഷെ ഞങ്ങൾ ഇത് മറ്റേ കാര്യത്തിനൊന്നും യൂസ് ചെയ്തില്ല. അതായത് എവിക്ഷൻ നോമിനേഷനിൽ ആരിടണം പ്ലാൻ ഇതുവരെ ഞങ്ങൾ രണ്ടാളും ചെയ്തിട്ടില്ല. അവളുടെ ഇഷ്ടം അവള് ചെയ്യട്ടെ, ഞാൻ എന്റെ ഇഷ്ടം. അതേപോലെ ഞങ്ങൾ ഗെയിമിൽ നിന്ന് ലവ് ചെയ്തിട്ട് അവൾക്ക് വേണ്ടി ഞാൻ എല്ലാം ചെയ്യുന്നില്ല. അവള് ഏതെങ്കിലും ഫൈറ്റ് ഇട്ടിട്ട് അവിടെ നിന്ന് വരുമ്പോ കൂടിയും ഞാൻ പോയി അവിടെ നിൽക്കില്ല. എന്താ വെച്ചാ അത് എന്താ നടന്ന മെയിൻ സംഭവം എനിക്ക് ഒന്നും അറിയില്ല. പിന്നെ അത് ഫാമിലി അല്ലേ, എല്ലാരും ഒരേപോലെ അല്ലേ നോക്കണ്ട. ഇപ്പൊ നമ്മളുടെ വീട്ടിലെ അമ്മ അച്ഛനും ചേച്ചിമാരുടെ കൂടെ ഫൈറ്റ് ഇടുമ്പോൾ നമ്മൾ ഒരാൾക്ക് മാത്രം സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ആരാ നമ്മൾ പറയുന്നത് കേൾക്കുന്നു അവർ മാത്രം തനിയെ കൊണ്ടുപോയി പറഞ്ഞ് മനസ്സിലായി. ഇതായിരുന്നു ഞാൻ ബിഗ് ബോസിൽ ചെയ്ത. പേളിക്ക് ഫൈറ്റ് ഒക്കെ വരുമ്പോൾ പേളിക്ക് ഞാൻ ഒരു കൂടെ നിന്ന് സപ്പോർട്ടായിട്ട് നിന്ന് സംസാരിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. ഈ ലാംഗ്വേജ് ഏത് സൈൻ ലാംഗ്വേജ് ഏതും ഞങ്ങള് നോമിനേഷൻ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ലവ് പ്രപ്പോസൽ ആ ചോദ്യത്തിലൊന്നും ഞാൻ വേറെ പ്രപ്പോസൽ ഡേ അന്ന് എന്തോ ഒരു ചെറിയ വഴക്കുണ്ടായി. അത് നിങ്ങൾക്ക് കാണിച്ചോ അറിയില്ല, ഞാൻ എപ്പിസോഡ് കണ്ടിട്ടില്ല, ആ ക്ലിപ്പിംഗ് മാത്രം കണ്ടു. അടി പറഞ്ഞ അങ്ങനത്തെ അടിയല്ല, കറക്റ്റ് എന്ത് വേണം